ഒരു 3-4 ദിവസം മുമ്പ് ഞാൻ എന്നോട് പറയാതൊരു പടത്തിൻ്റെ പേര് ഞാനത് തല്ലിപ്പൊലി പടാവുന്നുള്ളൊരു രീതിയിലാണ് പോയത്. വേറൊരു ടൈം പാസിന് വേറൊരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പടത്തിന് കയറിയപ്പോഴാണ് നല്ല ത്രൂ ഔട്ട് കോമഡി. പടത്തിൻ്റെ പേരെന്താണെന്നറിയാം? നമുക്ക് 2 പേർക്കും അതില്ല. നുണക്കുഴി. അപ്പം നുണക്കുഴി എന്ന സിനിമയെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഡയറക്ടർ ജിത്തു ജോസഫ് ഏത് ക്രാഫ്റ്റ് തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചൊരു സിനിമ നുണക്കുഴി. കാരണം പുള്ളി കൂടുതൽ ത്രില്ലർ ചിത്രങ്ങളാണ്, ദൃശ്യം മുതൽ നമുക്കറിയാം, കൂടുതൽ ത്രില്ലർ സിനിമകളാണ് അദ്ദേഹം ചെയ്യാറ്. മൈ ബോസ് പോലുള്ള കോമഡി പടങ്ങളും മമ്മി ആൻഡ് മീ പോലുള്ള ഫാമിലി ചിത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ ചെയ്തിട്ടുള്ളത് ത്രില്ലർ ചിത്രം. ഏറ്റവും കൂടുതൽ പേര് കിട്ടിയിരിക്കുന്ന പുള്ളിക്ക് ത്രില്ലർ ചിത്രങ്ങൾ വരെയാണ്. പക്ഷേ നമ്മൾ മുമ്പൊക്കെ കണ്ടിരുന്ന പ്രിയദർശൻ ചിത്രങ്ങളിലെ ത്രൂ ഔട്ട് കോമഡി ആയിട്ട് ഉള്ള ഒരു സിനിമയാണ് നുണക്കുഴി. അതിൽ നായകൻ ബേസിൽ ജോസഫ് തൻ്റെ ഒരു ലാപ്ടോപ്പ്, അതിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, എന്തിനു വേണ്ടിയിട്ടാണ് ആ ലാപ്ടോപ്പ് ഇൻകം ടാക്സ് റെഡി ചെയ്ത് കൊണ്ടുപോയപ്പോൾ അതിൻ്റെ പിന്നാലെ ഓടുന്നത്. പിന്നെ അതിന് പാരലായിട്ട് ഡിവോഴ്സ് നടക്കാൻ വേണ്ടിയിട്ട് അജു വർഗീസും സൈജു കുറുപ്പും ഗ്രേസ് ആൻ്റണി എന്ന നടിയൊക്കെ ആയിട്ടുള്ളതും, അങ്ങനെ ഒരു 3-4 മനോജ് കെ സിദ്ദീഖ്, അങ്ങനെ ഒരു ടീം, അങ്ങനെ 3 ഇതിലൊക്കെ ഇവരൊക്കെ ഈ സിനിമയുടെ വിജയത്തെക്കുറിച്ച് പറയുന്നത് ബൈജു സന്തോഷിൻ്റെ പ്രകടനമാണ്. പുള്ളിയുടെ ആറാട്ട് തന്നെയാണ് പറയുക ഈ സിനിമ. അപ്പോൾ ഈ 3 ടീം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം കൂടി ഒരുമിച്ചായി വരുന്ന പ്രിയദർശൻ്റെ വെട്ടം പോലെ, പൂച്ചയ്ക്കൊരു മുക്കുത്തി പോലെ, അങ്ങനെ ഒരു സിനിമ നുണക്കുഴി. ഭയങ്കരമായ ലോജിക്കിലേക്കൊന്നും പോവാതിരിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ 2.25 മണിക്കൂർ നമുക്ക് ഉള്ളു തുറന്ന് ചിരിച്ച് നല്ല, ഇനി ഒരു 2ാം ഭാഗത്തിനുള്ള ചാൻസ് ഒരുക്കി വെച്ചിട്ട് ഉള്ളൊരു ചിത്രമാണ് നുണക്കുഴി. അപ്പോൾ ഇനി നമുക്ക് നുണക്കുഴിക്ക് പകരം ഇനി ഏതെങ്കിലും നല്ലൊരു സിനിമ നമുക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ അല്ലേ?